ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ബൈക്ക് ഓടിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതെങ്ങനെ ഓടിക്കണമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ എങ്ങനെ ഇപ്പോൾ സാധാരണ ബൈക്കാണെങ്കിലും ഇതേപോലെ ഡൂക്ക് KTM ഡൂക്ക് പോലെ വാഹനമാണെങ്കിലും A to Z എങ്ങനെ വണ്ടി ഓടിച്ച് പഠിക്കുക. അതായത് നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ കഥകൾ പറഞ്ഞ് ഇതാക്കാതെ കാര്യങ്ങൾ ഞാൻ A to Z കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ചാവി ഇടുമ്പോൾ തന്നെ ഒരു നൈസിന് വേണം ഇടാൻ കേട്ടോ. ഇങ്ങനെ ഇടുക, ചെറുതായിട്ടൊന്ന് തിരിക്കുക, വണ്ടി ഓണായി. എന്നിട്ട് ഇവിടെ കിൽ സ്വിച്ച് ഉണ്ട്, അത് ഓപ്പൺ ആക്കണം. ഇപ്പോൾ പുതിയ വണ്ടികളെല്ലാം വണ്ടി ഓണാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്യൂൽ പമ്പ് ഓണാകുന്നൊരു സൗണ്ട് ഉണ്ട്. അത് ആയിട്ട് മാത്രമേ സെൽഫ് അടിക്കാവൂ. വണ്ടി ഓണായി. അപ്പം വണ്ടിയുടെ വലത്തെ ഭാഗത്തുള്ളതാണ് ആക്സിലേറ്റർ. കണ്ടോ? ഇപ്പോൾ വണ്ടി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകാത്തത്. സ്കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ കണ്ടെത്തി പോയനെ. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം, ഈ വലത്തെ കയ്യിൽ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതാണ് ബൈക്കിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക്. ഇത് ABS ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വണ്ടി സ്ട്രെയിറ്റ് നിർത്തിക്കൊണ്ട് തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒറ്റപ്പിടി പിടിച്ചാലും വണ്ടി നിൽക്കുകയേ ഉള്ളൂ, പെട്ടെന്ന് ചിറക്കി പോകത്തില്ല. അതാണ് ABS ഉള്ള വണ്ടിയുടെ പ്രത്യേകത. ABS ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ താങ്ങി പിടിക്കാവൂ. പിന്നെ വണ്ടി വീശുന്ന കൂട്ടത്തിലൊക്കെ ഫ്രണ്ട് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ വാരി അടിക്കുന്നതായിരിക്കും. പിന്നെ ഇടത്തെ സൈഡിലോട്ട് വരുമ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് വണ്ടിയുടെ ക്ലച്ച്. ബൈക്കിന് ക്ലച്ചുണ്ട്. അപ്പം ക്ലച്ച് എന്ന് പറയുന്ന സാധനം സ്കൂട്ടിക്കകത്തില്ല. ഈ ഗിയർ മാറുന്ന സമയത്ത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം, ഇങ്ങനെ അമർത്തിക്കൊണ്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ച് കാര്യങ്ങളുണ്ട്. ഇത് അങ്ങോട്ട് തിരിയാനെ കൊണ്ടുള്ള ഇൻഡിക്കേറ്ററാണ്, വലത്തോട്ട് തിരിയാനുള്ളത്. വലത്തോട്ട് തിരിയാനുള്ള ഇൻഡിക്കേറ്ററാണിത്. ഇത് ഇടത്തോട്ട് തിരിയാനുള്ള ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് ഹോണ്. ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയുടെ മീറ്റർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നുകൂടെ ചെയ്യാം. ഇത് പിന്നെ ഹസാർഡാണ്. ഹസാർഡ് എന്ന് പറയുമ്പോൾ വണ്ടി എവിടെയെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങൾ സംഭവിച്ച് നമുക്ക് റോഡിൻ്റെ സൈഡിലോട്ട് വല്ലതും കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ട സ്വിച്ചാണ്. അല്ലാതെ നാലായ വഴിയിൽ കൂടെ പോകുമ്പം നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഇടുന്ന സ്വിച്ചല്ലിത്. പിന്നെ ഷോ കാണിക്കാനും ഇങ്ങനെ മറ്റ് കാര്യങ്ങളിലൊന്നും ഉപയോഗിക്കരുത്. അതേപോലെ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഇടാം. അങ്ങനെ കുറച്ച് ഏരിയ സാധനങ്ങളുണ്ട്, അവിടെ മാത്രമേ ഹസാർഡ് യൂസ് ചെയ്യാവൂ. ഇത് പിന്നെ വണ്ടിയുടെ പാസ് ലൈറ്റാണ്. കണ്ടോ? ഇത് അപ്പം വണ്ടിയുടെ ക്ലച്ച് ഇത് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക്, ഇതാണ് ആക്സിലേറ്റർ, വണ്ടി തിരിക്കുന്ന സാധനം. അപ്പോൾ വണ്ടി ഗിയർ ഇട്ട്, ഇപ്പോൾ നമ്മൾ വണ്ടി ഓൾറെഡി ന്യൂട്രലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയെന്ന് കരുതുക. അപ്പോൾ പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലച്ച് ഇങ്ങനെ ചെറുക വിടുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്ത് അപ്പോഴത്തേക്ക് എന്തായി? ഫസ്റ്റ് ഗിയറിൻ്റെ കുറച്ച് RPM കയറി. സ്കൂട്ടറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ പോക്ക് അങ്ങ് പോയാൽ മതി. പക്ഷേ ബൈക്ക് ആയതുകൊണ്ട് ഇതിങ്ങനെ വിടണം. വിട്ടിട്ട് എന്ത് ചെയ്യണം? ആ വിടുന്ന കൂട്ടത്തിൽ തന്നെ ക്ലച്ച് ഫുള്ള് പിടിക്കുക, അടുത്ത സെക്കൻഡ് എന്ന് പറയുന്ന ഗിയർ ഇടുക. അത് കഴിഞ്ഞ് പിന്നെ ആക്സിലേറ്റർ അപ്പം തന്നെ പിന്നെ വീണ്ടും കൊടുക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അടുത്ത ഗിയർ ഇടുക, തേർഡ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അടുത്ത ഗിയറാവും. ഫോർത്ത് കഴിഞ്ഞ് ഫിഫ്ത്ത് ഇടുക, അപ്പോഴും ക്ലച്ച് പിടിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആക്സിലേറ്റർ വിടുക, പിന്നെ സിക്സ്ത് ഗിയർ ഇടുക. വണ്ടി ഒരു മിനിമം സ്പീഡ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ. ഗിയർ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിച്ച് നിൽക്കത്തില്ല. മറിച്ച് നിങ്ങൾ സ്ലോ സ്പീഡിൽ പോയിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ച് നിൽക്കും. പെട്ടെന്ന് ഒരു വളവ് അല്ലെ മറ്റ് വണ്ടികൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്തെങ്കിലേ അത് വിടണം. ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ പിടിക്കുക, അല്ലെങ്കിൽ വണ്ടി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കല്ലോ കട്ടറോ കുഴിയോ വളവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ചെ പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്യുക. അതായത് ഇപ്പോൾ 50 കിടക്കുന്ന ഗിയറാണെങ്കിൽ 5ാമതിൽ കിടക്കുന്ന ഗിയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ആക്കണം. അത് വണ്ടി എപ്പോഴും ഓടത്തില്ലെങ്കിൽ തേർഡ് ആക്കണം. അതായത് കാറിൻ്റെ ഏകദേശം ഒരു ഐഡിയ തന്നെ.
പിന്നെ ഒട്ടും പറ്റത്തില്ല, ഒന്നേന്ന് തന്നെ നിങ്ങൾ കാല് കുത്തി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ഇട്ടെടുക്കുക. പിന്നെ ഗിയറിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഗിയർ. ഇത് ഇടത്തെ കാലിൻ്റെ അവിടെ വെക്കുന്നതാണ്. ഇടത്തെ കാല് നമ്മൾ ഇവിടെ വെക്കുന്നത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. ഇതാണ് ഗിയർ. അപ്പോൾ ഗിയറിനകത്ത് കാല് വെക്കുന്നത് എങ്ങനെയാണെന്നേൽ കണ്ടോ, ഇങ്ങനെ കാല് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ വണ്ടി ന്യൂട്രാ കണ്ടോ. ഇപ്പോൾ താഴോട്ട് ഈ ക്ലച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ഫസ്റ്റായി കണ്ടോ. അതിപ്പം ഫസ്റ്റ് ആവും. വണ്ടി ഒന്ന് അനങ്ങാത്തതുകൊണ്ടാണ് അങ്ങനെ ആവാത്തത് കണ്ടോ. എന്നിട്ട് അടുത്തത് ഏറ്റവും താഴോട്ടാണ് ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് തന്നെ മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയ്ക്ക് ന്യൂട്രൽ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അതേപോലെ ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലച്ച് പിടിക്കുക. ഇങ്ങനെ സിക്സ്ത്ത്, അതായത് 6 എന്നുള്ള ഗിയറിലോട്ട് താഴോട്ടാക്കിയാൽ 5 ആയി, 4 ആയി, 3 ആയി, 2 ആയി. 2ൻ്റെ താഴോട്ട് ഇടുന്നുണ്ടെങ്കിൽ ചെറുകെ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എന്താവും, ന്യൂട്രാവും. ന്യൂട്രൽ വണ്ടി നീങ്ങത്തില്ല. പിന്നെ ഒന്നുകൂടെ താഴോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താകും, ഫസ്റ്റ് ആവും. പിന്നെ അതേപോലെ, അതായത് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. ന്യൂട്രൽ കിടക്കുമ്പം അതായത് നമ്മുടെ ഇടത്തെ കാല് കൊണ്ട് ഇതിൻ്റെ ഈ വിരൽ നമ്മുടെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ വേണം ചവിട്ടാൻ. ചവിട്ടിയിട്ട് ഇങ്ങനെ താഴോട്ടാക്കുക. താഴോട്ടായി, അപ്പോൾ ഫസ്റ്റായി. മേളിലോട്ടാക്കുമ്പം സെക്കൻഡായി. ഈ സെക്കൻഡിൻ്റെയും ഫസ്റ്റിൻ്റെയും ഇടയ്ക്കാണ് ന്യൂട്രൽ. അതായത് ഇങ്ങനെ ഏറ്റവും ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായി. ചെറുകെ ഒന്ന് തട്ടിയ എന്തായി, ന്യൂട്രായി. ന്യൂട്രലിൻ്റെയും കുറച്ചുകൂടെ തട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡായി. സെക്കൻഡിൽ നിന്ന് പിന്നെ നേരെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. കണ്ടോ, 6 ഗിയറാണ് ഈ വണ്ടിക്കുള്ളത്. മറ്റു ചില വണ്ടിക്ക് 5 ഗിയർ, 4 ഗിയർ. അത് എല്ലാ വണ്ടിക്കും ഗിയറിൻ്റെ സിസ്റ്റം ഇങ്ങനെ വരുന്നത്. പണ്ട് ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ബുള്ളറ്റിൻ്റെ എന്തോ ഒരു ചെറിയ വ്യത്യാസത്തിലേ ഉള്ളൂ, ഗിയർ അപ്പുറത്തും ബ്രേക്ക് ഇപ്പുറത്തും. പിന്നെ വണ്ടിക്കകത്ത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇതാണ്. അതായത് നമ്മുടെ വലത്തെ കാല് കൊണ്ട് ചവിട്ടുന്ന സാധനം. വലത്തെ കാല് എപ്പോഴും ഇങ്ങനെ നോക്കുക. ഇതാണ് ബാക്കിലത്തെ ബ്രേക്ക്. ബാക്കിലത്തെ എൻ്റെ വണ്ടിക്ക് ABS കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ABS ഓണാക്കി ഇട്ടേക്കുന്നതുകൊണ്ടും, അഥവാ അത്യാവശ്യം ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഒറ്റ ചവിട്ടിയാലും വണ്ടി ജെർക്കാവത്തില്ല. അതാണ് ABSൻ്റെ. അപ്പോൾ ABSൻ്റെ കാര്യങ്ങൾ അറിയാത്തില്ലെന്നുണ്ടെങ്കിൽ അത് മറ്റു ചാനലാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഇത് ബാക്കിലത്തെ ബ്രേക്കാണ്, മനസ്സിലായോ? ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഫുള്ള് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ക്ലച്ച് പിടിക്കുക, ആക്സിലേറ്റർ കുറയ്ക്കുക, എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു 5th ഗിയറിൽ പോവുക, ഒരു വളവ് വന്ന് 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളവ് വന്ന് വണ്ടി ഡൗൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അതായത് വണ്ടി ഇടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് അടിക്കുക. അതായത് ഈ കാലിങ്ങനെ വെച്ചിട്ട് താഴോട്ടാക്കിയാൽ 4th ആവും, 3rd ആവും, 2nd ആവും, പിന്നെ ചെറുകെ ഒന്ന് തട്ടിയാൽ ന്യൂട്രാവും, പിന്നെ ഒന്നുകൂടെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആവും. അങ്ങനെ ആ ഗിയർ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് എവിടെയെങ്കിലും ഒരു വളവ് വന്ന് ഫസ്റ്റിലോട്ട് തന്നെ ഇടേണ്ട യാതൊരു ആവശ്യമില്ല. അത് വണ്ടിയുടെ മൂവിങ്, റണ്ണിങ് സ്പീഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കാറിൻ്റെ ഏകദേശം ഒരു ഐഡിയ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വണ്ടി അപ്പം ഈ വണ്ടി ആണെങ്കിലും ഇനി മറ്റേ നിഞ്ച Z900 ആണെങ്കിലും ഏകദേശ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ, വീഡിയോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബാക്കി A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാത്ത കാര്യങ്ങളുണ്ട്, മനസ്സിലായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാം. ഇത് ഇങ്ങനെ ആക്കുക, കണ്ട, എന്നിട്ട് ചെറിയ ഊരുക. ഇതാണ് വണ്ടിക്കകത്ത് എണ്ണ അടിക്കുന്നത്, കണ്ട, ഇങ്ങനെ ഊരുക. ഈ ചാവി ഈ പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും ഇതിട്ട് തിരിക്കാൻ പിടിക്കാൻ വെക്കുമ്പം ഒരു മയത്തി വേണം ഇതാക്കാൻ. അതായത് ഇങ്ങനെ ഇട്ടു, ചാവി ഇങ്ങനെ ഇട്ടു, ലൈറ്റായിട്ട് കണ്ടോ വണ്ടി ഓണായി.
വണ്ടിക്ക് ഇപ്പോൾ ഉള്ള വണ്ടിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മീറ്ററിനകത്ത് കാണിക്കും. ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. അപ്പം ഗിയർ കാര്യങ്ങൾ ഇതിൽ തന്നെ കാണിക്കും. അപ്പോൾ ഏത് ഗിയർ ഡൗൺ ചെയ്യണം, ഇതാക്കണോ അതാക്കണോ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇങ്ങനൊരു വീഡിയോ കാരണം ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടപ്പം വീട്ടിൽ പെൺപിള്ളേർക്ക് അല്ലെ വീട്ടിൽ അല്ലെ ആർക്കാണേലും ആയിക്കോട്ടെ വണ്ടി ഓടിക്കണം, ബൈക്ക് ഓടിക്കണമെന്ന് താല്പര്യമുണ്ട്. അതേപോലെ സ്കൂട്ടിയോ സൈക്കിൾ ബാലൻസോ കാര്യങ്ങളുണ്ട്. വീട്ടിൽ ബൈക്ക് ഇരുന്ന് ചുമ്മാ ഇരുന്നാക്കാന്ന്, അല്ലെ വീട്ടിൽ സഹോദരനാണെങ്കിലും മറ്റ് ആരെങ്കിലും പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങൾ, അമ്മ എനിക്കൊന്നും ഇൻട്രസ്റ്റേ ഇല്ല. ഞാൻ എൻ്റെ പെങ്ങളെ ഒരു വട്ടം വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പിന്നെ അതിന് സൈക്കിൾ ബാലൻസും ഇല്ല. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശകലം ഇൻട്രസ്റ്റ് ഇല്ല. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവിടാൻ മാത്രമേ അവർ അവകാശപ്പെടുള്ളൂ. പക്ഷേ ചില പെൺപിള്ളേർക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും പ്രായമായ സ്ത്രീകൾക്കാണേലും ആർക്കാണേലും ഇത് ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇത് എത്ര ഓടിച്ചാലും അങ്ങോട്ട് നമുക്ക് മതി വരത്തില്ല. അപ്പം കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക. അല്ലെങ്കിൽ മറ്റ് നമ്മുടെ യൂട്യൂബർമാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നെങ്കിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ.